ചില അപ്കമിങ് ഫുട്ബോളേഴ്സ് കളിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പന്ത് കാലിലെത്തും വന്ന് അപ്പുറം ഇപ്പുറം നോക്കുമ്പോഴേക്കും അടുത്ത ഡിഫൻഡർ വന്നിട്ട് പന്ത് തട്ടി എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും. ചില സമയത്ത് പന്ത് കാലിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാണ് കൊടുക്കണ്ടേ, അവരൊക്കെ എവിടെയാണ്, എൻ്റെ അപ്പുറം കുറച്ച് ആൾക്കാർ കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആരും കാണുന്നില്ലല്ലോ, ഇതായിരിക്കും അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഗെയിം റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. കളിയെ സംബന്ധിച്ചിടത്തോളം കളി മുമ്പോട്ടേക്ക് നീങ്ങണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഗെയിമിനെ റീഡ് ചെയ്യുക, സ്കാൻ ചെയ്യുക എന്നുള്ളത്. കളിക്കാരൻ സ്കാനിങ്ങിൻ്റെ ലെവൽ ഡേ ബൈ ഡേ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവന്നില്ലെങ്കിൽ അവന് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ ടാക്ടിക്കൽ കോഴ്സുകൾ നൽകാറുണ്ട്. പക്ഷേ ഞാൻ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പറഞ്ഞു വരുന്നു. സെൻട്രൽ ബാക്ക് എങ്ങനെ കളിക്കേണ്ടത് ഉദാഹരണം, മറ്റൊന്ന് അറ്റാക്കിംഗ് തേർഡിൽ എങ്ങനെയൊക്കെയുള്ള മൂവ്മെന്റുകൾ നടത്താം പറഞ്ഞു തന്നു. പക്ഷേ കളിക്കളത്തിൽ കളിക്കാൻ പറ്റുമോ? ഇല്ല. ഗെയിം റീഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ടാക്ടിക്കൽ ക്ലാസ്സുകൾക്കൊന്നും തന്നെ പ്രസക്തിയില്ല. ഈ ടാക്ടിക്കൽ പോയിന്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് നിങ്ങൾ ഗെയിം റീഡ് ചെയ്യുകയും അതിനെ അനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ഇന്റലിജൻസിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്കാനിംഗ് ആണ്, അല്ലെങ്കിൽ ഗെയിം റീഡിംഗ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെയാണ് സ്കാനിംഗ് ദ ഫൗണ്ടേഷൻ ഓഫ് ഫുട്ബോൾ ഇന്റലിജൻസ് എന്ന കോഴ്സ് ഞാൻ ആരംഭിച്ചത്. 80-ലധികം ആൾക്കാർ ആ കോഴ്സിൽ ജോയിൻ ചെയ്യുകയും 4.9 ഔട്ട് ഓഫ് 5 റിവ്യൂ ലഭിക്കുകയും ചെയ്തു.